നൽകുന്ന ഒരാനന്ദമുണ്ട്. ആ ആനന്ദം വീണ്ടും ഇബാദത്തിലേക്ക് ഉപയോഗപ്പെടുത്തുകയും ആ ആനന്ദത്തെ അല്ലാഹുവിലേക്ക് മാത്രം നിക്ഷിപ്തമാക്കുന്ന രീതിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ ആ ജീവിതത്തെ പൂർണ്ണമായും ഒഴിഞ്ഞു വെക്കുമ്പോൾ അല്ലാഹു തആല നൽകുന്ന ചില സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങളാണ് അല്ലാഹു തആല കൊടുക്കുന്ന ബിരുദത്തിൽപ്പെട്ട ഒരു ബിരുദവും കൂടിയാണ് വിലായത്തുല്ലാഹ്. അതിനെപ്പറ്റി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഔലിയാക്കന്മാരെ പറ്റി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അവർ ഈമാനുള്ളവരും തഖ്വയുള്ളവരുമാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. നേരത്തെ ഫൈസി ഉസ്താദ് നമ്മളോട് ഓതി തന്നില്ലേ, ഇന്ന ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ മുത്തഖീങ്ങളാണ്. അസ്ഹാബുൽ ബദരീങ്ങളെ ബദർ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് ആ ബദറിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവേശം കൊള്ളിച്ചുകൊണ്ട് അതിലേക്ക് ക്ഷണിച്ച ഒരു ആയത്തുണ്ട്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കണമോ, സ്വർഗ്ഗം ലഭിക്കണമോ, നിങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നമ്മളിപ്പോൾ മുന്നിട്ടിറങ്ങിയിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് ധൈര്യമായി ഒളിവിക്കോളൂ. അവിടെ നിങ്ങൾക്ക് കാണാം കൊല്ലം ജില്ലയിൽ സ്വർഗമായിരിക്കുള്ളതാണ്. കുളപ്പാടം സൽമ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മടവൂർ CM മുഹമ്മദ് അബൂബക്കർ അവരുടെ ആണ്ടുനാട്ട് 35ാമത്തെ ആണ്ടുനാട്ടിലെ പരിപാടിയാണ് നടക്കുന്നത്. ഒരു മനുഷ്യൻ മുത്തഖിയാണോ അവൻ മുഅ്മിനാണ്, ഒരു മനുഷ്യൻ മുത്തഖിയാണോ അവൻ മുഖ്ലിസാണ്, ഒരു മനുഷ്യൻ മുത്തഖിയാണോ അവൻ മുസ്ലിമാണ്. ഒരാൾ മുഅ്മിനായതുകൊണ്ട് മുത്തഖിയാകണമെന്നില്ല, മുസ്ലിം ആയതുകൊണ്ടും അവൻ മുത്തഖി ആകണമെന്നില്ല. മുത്തഖിയാണോ അവൻ മുഅ്മിനായിരിക്കും. കാരണം തഖ്വയുടെ റൂട്ട് കിടക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു തആല അമലുകൾ സ്വീകരിക്കുന്നത് മുത്തഖീകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ മുത്തഖി എന്ന തസ്തികയിലെത്തിയ ചരിത്ര ലോകത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഏതെല്ലാം മഹാന്മാർ ഗതകാല ചരിത്രങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ അവരെല്ലാം സാലിഹീങ്ങളാണ്. അവരൊക്കെ യഥാർത്ഥ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും മുഖ്ലിസീങ്ങളുമാണ്. അവരാരും വഹാബികളായി കാണില്ല. കാരണം ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്നുള്ള ഇതിന്റെ തഫ്സീറിൽ കാണാം, ഒരാൾ ബിദ്അത്ത് കടന്നുപോയാൽ, വഹാബിസത്തിലേക്ക് കടന്നുപോയാൽ അവന്റെ ഇബാദത്ത് സ്വീകരിക്കുകയില്ല. പരിശുദ്ധ ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിലും കാണാം, മുത്തഖീങ്ങളിൽ നിന്നാണ് ഇബാദത്തുകൾ സ്വീകരിക്കുന്നത്. ഒരാൾ ബിദ്അത്തിലേക്ക് കടന്നുപോയാൽ അവന്റെ സുന്നത്തുകളും അവന്റെ ഫർളുകളും അവന്റെ ഇബാദത്തുകളും അല്ലാഹുവിന്റെ അടുക്കൽ ഖബൂലിയത്തിലേക്ക് ഉയരുകയില്ല. അത് വലിയൊരു അപകടമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ പറ്റി പറയുമ്പോൾ നാം നേരത്തെ ഓതിയതുപോലെ, ഉസ്താദുമാർ ഓതിയതുപോലെ, ഔലിയാക്കന്മാരുടെ വിഷയങ്ങൾ പറയുമ്പോൾ അവരുടെ ജീവിതം തഖ്വയിലായി ജീവിച്ച് കാണിച്ചത് നമുക്ക് കാണാം. ശൈഖുന ഖുത്ബുൽ ആലം CM വലിയുള്ളാഹ് നേരത്തെ പറഞ്ഞില്ലേ, ഖുത്ബുൽ ആലം എന്നുള്ളത് അവിടത്തോട് യോജിച്ച പേര് എന്ന് കേട്ടില്ലേ നമ്മള്.
ശൈഖുനയുടെ ജീവിതത്തില് അല്ലാഹു എനിക്ക് തന്ന സ്ഥാനം ഇന്നതാണ് എന്ന് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ് തങ്ങള് പ്രഖ്യാപിച്ച പല ഘട്ടങ്ങളുണ്ട്. അനഫി ഹളറത്തിൽ തഖ്ലീബി വഹദി യുസർരിഫുനി വഹസ്ബി ദുൽ ജലാലി അനൽ ബാസി അശ്റബു കുല്ല ശൈഖിൻ വമൻ ദാ ഫർജാലു ഉതി മിദാനി. എന്നെ പോലെ ഒരാളെയും ഇപ്പോൾ ഈ ഭൂമി ലോകത്ത് കാണില്ല. അല്ലാഹുവിന്റെ അടുക്കലിൽ എന്റെ ഈ ദർജ കിട്ടിയാൽ അത് ഞാൻ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാഹുവിന്റെ അടുക്കലിൽ ഞാൻ മഹ്ദി ഏകനാണ്. മഖാമുകുമുൽ ഉലാ ജംഅൻ വലകിൻ മഖാമി ഫൗഖകും മാ സാല അലി. നിങ്ങൾക്ക് അല്ലാഹു തന്ന സ്ഥാനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ഒരു തുലാസിൽ വെച്ചാൽ അല്ലാഹു എനിക്ക് തന്ന സ്ഥാനത്തെ മറ്റൊരു തുലാസിൽ വെക്കുകയാണെങ്കിൽ എന്റെ സ്ഥാനമാണ് ഉയർന്നു കാണുക, എന്റെ സ്ഥാനമാണ് വർദ്ധിച്ചു കാണുക എന്ന് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ് തങ്ങൾ പറഞ്ഞത് കാണാം. അങ്ങനെ തുടങ്ങി മുരീദി ലാ തഖഫ് അല്ലാഹു റബ്ബി അതാനി ദിഫഅതൻ നിൽതുൽ മുനാരി. മുരീദി ലാ തഖഫ് വാശിൻ ഫഇന്നി അസൂമുൻ ഖാതിലുൻ ഇൻദൽ ഖിതാലി. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വല്ലാതെ അങ്ങ് അടുത്തപ്പോൾ അല്ലാഹു തആല റസൂലുള്ളാഹിന് കൊടുത്ത സ്ഥാനമാണ്. ബഹുമാനപ്പെട്ടവർ അത്തരം മദ്ഹുകൾ മുഴുവനും അവിടുത്തെ ഖാൻഖാനാവുന്നത് അവിടുത്തെ ഇറാഖിലുള്ള അവിടുത്തെ മിമ്പറിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ആയിരക്കണക്കിന്